എവരിവൺ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെയിൻ പാത്വേ ആണ്. സോ പെയിൻ പാത്വേ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ഫിസിയോളജി. ജനറലി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും പെയിൻ പാത്വേ ചോദിക്കുക. സോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് പെയിൻ പാത്വേ ജനറലി ചോദിക്കുക. ഒന്ന് പാത്വേ ഫോർ ഫാസ്റ്റ് ആൻഡ് സ്ലോ പെയിൻ, പിന്നെ റെഫേർഡ് പെയിനും അതിൻ്റെ സജസ്റ്റീവ് തിയറീസും, പിന്നെ കൺട്രോൾ ഓഫ് പെയിൻ അറ്റ് ബോത്ത് സ്പൈനൽ ലെവൽ ആൻഡ് സുപ്രാ സ്പൈനൽ ലെവൽ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സാണ് കാണാൻ പോകുന്നത്. So first one is pathway for slow and fast pain. So slow and fast pain എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫാസ്റ്റ് പെയിൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫാസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ട് ഫെൽറ്റ് വിത്തിൻ 0.1 സെക്കൻഡ്, നോട്ട് ഫെൽറ്റ് ഇൻ ഡീപ്പർ ടിഷ്യൂസ്, ദെൻ ഡെൽറ്റ ഫൈബേഴ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് ഗ്ലൂട്ടാമേറ്റ് ആൻഡ് ഇറ്റ് ഇസ് പ്രിസൈസ്ലി ലോക്കലൈസ്ഡ്. അപ്പോൾ ഏത് പാത്വേ ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം, ഏത് ട്രാക്റ്റാണ് ഫാസ്റ്റ് പെയിൻ കണ്ടക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് നിയോ സ്പൈനോ തലാമിക് ട്രാക്ട് ആൻഡ് ഫൈബർ ഇസ് എ ഡെൽറ്റ ഫൈബർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈക്ക് അസെൻഡിങ് ട്രാക്ട് പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ, തേർഡ് ഓർഡർ ന്യൂറോൺ വെച്ച് വേണം പഠിക്കാം. നമ്മൾ ഓൾറെഡി സ്പൈനൽ ട്രാക്ട് പഠിച്ചതാണ്. ദിസ് വിൽ ബി മോർ ഈസിയർ അല്ലേ. അപ്പം ദ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഇസ് ഫ്രം ദ ലാമിന 1 and 5 in dorsal horn of spinal cord. അടുത്ത സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? ദിൽ ഫസ്റ്റ് ക്രോസ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സെയിം സ്പൈനൽ സെഗ്മെന്റ് ആൻഡ് അസെൻഡ് ഇൻ ദ ആൻറ്റീരിയർ ലാറ്ററൽ കോളം. ഓക്കെ, ആൻഡ് ഇഫ് യു സീ ഹിയർ upper limb എന്നുള്ള ഫൈബേഴ്സ് ആർ ഓൾവേസ് ഫൗണ്ട് മീഡിയലി ആൻഡ് ലോവർ ലിംബ് എന്നുള്ള ഫൈബേഴ്സ് ആർ ഫൗണ്ട് ലാറ്ററലി. ഇപ്പോൾ ഇവിടെ നോക്കിയാലും മനസ്സിലാവും. യു ക്യാൻ സീ ഹിയർ ദാറ്റ് സെർവൈക്കൽ ഫൈബേഴ്സ് മീഡിയലി കാണാൻ പറ്റും ആൻഡ് സേക്രൽ ഫൈബേഴ്സ് ലാറ്ററലി കാണാൻ പറ്റും. സേക്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോവർ ലിംബ് എന്നല്ലേ വരിക, സെർവൈക്കൽ എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്നല്ലേ. സോ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്നുള്ള ഫൈബേഴ്സ് മീഡിയലിയും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലുള്ള ഫൈബേഴ്സ് ലാറ്ററലിയാണ് കാണുക. അങ്ങനെയായിരിക്കും ഫൈബേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് എവിടെ ചെന്ന് ടെർമിനേറ്റിംഗ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് വെൻട്രോപോസ്റ്റലാറ്ററൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിൽ ചെന്ന് ടെർമിനേറ്റിംഗ്. അങ്ങനെ തലാമസിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് കുറച്ച് സ്ഥലങ്ങൾ റിലേ ചെയ്തിട്ടാണ് പോവാം ഇൻഫർമേഷൻ. എവിടേക്കാണ്? പെരിയാക്വിഡക്റ്റൽ ഗ്രേ, റെറ്റിക്കുലർ ഫോർമേഷൻ, മിഡ് ബ്രെയിൻ, ഹൈപ്പോതലാമസ്, ഈ ഏരിയാസിലൊക്കെ കൊടുക്കും. സോ ഭയങ്കര സിമ്പിളാണ്. ലാമിന 1 and 5 റൈസ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, വി പി എല്ലിൽ പോയി ടെർമിനേറ്റ് ചെയ്യുന്നു. വി പി എല്ലിൽ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ പെരിയാക്വിഡക്റ്റൽ ഗ്രേ, മിഡ് ബ്രെയിൻ, റെറ്റിക്കുലർ ഫോർമേഷൻ, ഹൈപ്പോതലാമസിൽ റിലേറ്റ് ചെയ്യുന്നു. ഞാൻ ഫൈനലി ഇത് എവിടേക്കാണ് പോവുക? പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. ഓക്കെ, തേർഡ് ഓർഡർ ന്യൂറോൺസ് അവിടെ ചെന്ന് ടെർമിനേറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നിയോ സ്പൈനോ തലാമിക് ട്രാക്ട്. അടുത്തത് സ്ലോ പെയിൻ ആണ്. സ്ലോ പെയിൻ എന്ന് പറയുന്നത് 1 or more seconds ആഫ്റ്റർ അപ്ലൈങ് സ്റ്റിമുലസ് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ഡീപ്പർ ടിഷ്യൂസിലാണ് ഫീൽ ചെയ്യുക. ഫൈബേഴ്സ് ഇവിടെ സി ഫൈബേഴ്സ് ആണ് വരുന്നത് ആൻഡ് ഇവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് പി ആണ് ജനറലി ആൻഡ് പുവർലി ലോക്കലൈസ്. അങ്ങനെ നമുക്കിത് ലോക്കലൈസ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സോ ഇതിൽ പാത്വേയുടെ പേര് ദാറ്റ് ഇസ് പാലിയോസ്പൈനോതലാമിക് പാത്വേ. പാലിയോസ്പൈനോതലാമിക് പാത്വേ ആണ് സ്ലോ പെയിൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും സെയിം ഓർഡർ തന്നെയാണ്. അത് ലാമിനാസിൻ്റെ വ്യത്യാസം. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ആണെങ്കിൽ ലാമിന 2 and 4 ആൻഡ് ക്രോസിംഗ് ടു ദി ഓപ്പോസിറ്റ് സൈഡ് അസെൻഡിങ് ആൻട്രലാറ്ററൽ പാത്വേ ബിഫോർ ടെർമിനേറ്റിംഗ് ദി VPL of thalamus. It is relaying to reticular formation, midbrain and periaqueductal gray and hypothalamus. ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് പാത്വേസിന് പേരും കൂടെ വന്നു. റെറ്റിക്കുലർ ഫോർമേഷൻ ആണെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് റെറ്റിക്കുലർ ഫോർമേഷൻ വരും. സോ സ്പൈനോ റെറ്റിക്കുലർ പാത്വേ. സ്പൈനൽ കോഡിൽ നിന്ന് മിഡ് ബ്രെയിനിൽ, സോ സ്പൈനോ മീസെൻകെഫാലിക് ഫൈബർ. സ്പൈനൽ കോഡിൽ നിന്ന് ഹൈപ്പോതലാമസ്, സ്പൈനോ ഹൈപ്പോതലാമിക് പാത്വേ. ഓക്കെ, ഫൈനലി എങ്ങോട്ടാണ് പോകുന്നത്? പോസ്റ്റ് സെൻട്രൽ ഗൈറസിലേക്ക് പോകും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പാലിയോസ്പൈനോതലാമിക്. സോ സ്ലോ പെയിന് പാലിയോസ്പൈനോതലാമിക്കും ഫാസ്റ്റ് പെയിന് നിയോസ്പൈനോതലാമിക്കും. സോ ഇഫ് യു കൺസിഡർ ദിസ് ഡയഗ്രം, ഈ ഡയഗ്രം നമ്മൾ വരയ്ക്കണം. യു ക്യാൻ സി അല്ലേ, സി ഫൈബേഴ്സ് ഇവിടെ, സി ഫൈബേഴ്സ് ആർ ക്യാരിങ് ദ സ്ലോ പെയിൻ ഹിയർ ആൻഡ് സി ഫൈബേഴ്സ് എപ്പോഴും നമ്മൾ മീഡിയലി വരയ്ക്കുക. ദറ്റ് ഇസ് സ്ലോ പെയിനുള്ള ഫൈബേഴ്സ് മീഡിയലി വരയ്ക്കുക. യു ക്യാൻ സി അല്ലേ, ഇറ്റ് ഇസ് റിലേയിങ് ടു ഓൾ ദീസ് ഏരിയാസ് റെറ്റിക്കുലർ ഫോർമേഷൻ. അപ്പോൾ എപ്പോഴും റെറ്റിക്കുലർ ഫോർമേഷൻ ഏറ്റവും താഴെ വരിക, താഴെ റെറ്റിക്കുലർ ഫോർമേഷൻ വരും. പിന്നെ കുറച്ചുകൂടെ മേലെ പെരിയാക്വിഡക്റ്റൽ ഗ്രേ വരും. തലാമസിൻ്റെ തൊട്ട് താഴെ ഹൈപ്പോതലാമസ് വരും. അങ്ങനെയാണ് വരയ്ക്കാൻ. ആൻഡ് ഇറ്റ് ഇസ് റിലേയിങ് ഇൻ വിച്ച് ന്യൂക്ലിയസ്? ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പാലിയോസ്പൈനോതലാമിക് ട്രാക്ട് റിലേറ്റ് ചെയ്യണം മീഡിയൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിലാണ്. ഇതുവരെയുള്ള എല്ലാ ട്രാക്ട്സും റിലേറ്റ് ചെയ്തത് VPL-ലായിരുന്നു. പക്ഷേ പാലിയോസ്പൈനോതലാമിക് എലോൺ ഇസ് റിലേയിങ് ഇൻ ദ മീഡിയൽ ന്യൂക്ലിയസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡ്രോ സ്ലോ പെയിൻ ഫൈബേഴ്സ് മീഡിയലി. പിന്നെ ലാറ്ററൽ ആണെങ്കിൽ എ ഡെൽറ്റ ഫൈബേഴ്സ് അല്ലെ ഫാസ്റ്റ് പെയിൻ വരുന്നു. VPL ഓഫ് തലാമസിൽ റിലേറ്റ് ചെയ്യണു ആൻഡ് ഫൈനലി ടു ദ സെൻസറി കോർട്ടെക്സ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ പാത്വേസ്, പെയിൻ പാത്വേസ് കഴിഞ്ഞു. അടുത്ത റെഫേർഡ് പെയിൻ ആണ്. അപ്പം ആദ്യം റെഫേർഡ് പെയിൻ ഡെഫിനിഷൻ, ഇത് ഇങ്ങനത്തെ ഹെഡിങ്സിൽ അറിയണ്ടേ. ഡെഫിനിഷൻ അറിയണം, എക്സാമ്പിൾസ് അറിയണം, വേരിയസ് മെക്കാനിസംസ്
സജസ്റ്റിംഗ് ദിസ് റെഫേർഡ് പെയിൻ. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഡെഫിനിഷൻ. എന്താണ് റെഫേർഡ് പെയിൻ എന്ന് പറഞ്ഞാൽ? പെയിൻ ഇൻ എ ഡീപ്പർ സ്ട്രക്ചർ ഇസ് നോട്ട് ഫെൽറ്റ് ഇൻ ദാറ്റ് സ്ട്രക്ചർ ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് ഫെൽറ്റ് ഇൻ സം അതർ സൂപ്പർഫിഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാർഡിയാക് പെയിൻ ജനറലി റെഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇന്നർ ആസ്പെക്ട് ഓഫ് ലെഫ്റ്റ് ആമിലോട്ടാണ്. ആൻഡ് യൂറീറ്ററിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഫേർഡ് ടു പെയിൻ ഇൻ ദ ടെസ്റ്റിക്കിൾസ്. പിന്നെ ഡയഫ്രറ്റിൻ്റെ പെയിൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ജനറലി റെഫേർഡ് ടു ദ ടിപ്പ് ഓഫ് ഷോൾഡേഴ്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ മെക്കാനിസംസ് ഈ റെഫേർഡ് പെയിൻ പ്രൂവ് ചെയ്യുന്ന എന്തൊക്കെ മെക്കാനിസംസ് ഉണ്ട്? ഡെർമറ്റോമൽ റൂൾ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. ദെൻ യു ഹാവ് ഫെസിലിറ്റേഷൻ തിയറി, ദെൻ ദർ ഇസ് കൺവേർജൻസ് തിയറി, എക്സ്പീരിയൻസ് തിയറി. അങ്ങനെ 4 തിയറീസാണ് വരുന്നത്. അതിൽ ഈ 3 ഡെർമറ്റോമൽ, കൺവേർജൻസ് ആൻഡ് ഫെസിലിറ്റേഷൻ, ഇത് 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ഡെർമറ്റോമൽ റൂളാണ്. സോ ഡെർമറ്റോമൽ റൂൾ എന്ന് പറയുന്നത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡീപ്പർ സ്ട്രക്ചറും സൂപ്പർഫിഷ്യൽ സ്ട്രക്ചറും, അതായത് ഡീപ്പർ സ്ട്രക്ചറുള്ള പെയിനാണ് സൂപ്പർഫിഷ്യൽ സ്ട്രക്ചറിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ സ്ട്രക്ചറും ഡീപ്പർ സ്ട്രക്ചറും ഒറിജിനേറ്റ് ചെയ്യുന്നത് സെയിം എംബ്രിയോണിക് സെഗ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെയിം എംബ്രിയോണിക് സ്ട്രക്ചറിൽ നിന്ന്. അതാണ് ഡെർമറ്റോമൽ റൂൾ. ദാറ്റ്സ് ജസ്റ്റ് ദി ജിസ്റ്റ് ഓഫ് ദി ഡെർമറ്റോമൽ റൂൾ എന്ന് പറയുന്നത്. സോ പെയിൻ ഇസ് റെഫേർഡ് ടു സൂപ്പർഫിഷ്യൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ സെയിം എംബ്രിയോണിക് സ്ട്രക്ചർ ആസ് ദാറ്റ് ഓഫ് ദി ഓർഗൻ ഓഫ് ഇഞ്ചുറി. ഓക്കെ, ഇതിനാണ് ഡെർമറ്റോമൽ റൂൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. Okay, that is pain fibers from the internal organ and superficial traumatic structure both end the spinal cord at the same root and end in pain cell. Because അപ്പം എന്താ രണ്ടുപേരും ഒരേ എംബ്രിയോണിക് സെഗ്മെൻറ്റിൽ നിന്ന് വളരുന്നതുകൊണ്ട് സ്പൈനൽ കോർഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെയിം റൂട്ട് വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ സെൻസറി കോർട്ടെക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സൊമാറ്റിക് സ്ട്രക്ചർ എന്നാണോ അല്ലെങ്കിൽ ഇത് വിസറൽ സ്ട്രക്ചർ എന്നാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അതാണ് ഡെർമറ്റോമൽ റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് കൺവേർജൻസ് തിയറി അല്ലെങ്കിൽ പ്രൊജക്ഷൻ തിയറിയാണ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ വിസറൽ ഓർഗനും സൊമാറ്റിക്, ഇപ്പോൾ വിസറൽ ഓർഗനിൽ നിന്ന് കുറച്ച് പെയിൻ ഫൈബേഴ്സ് വരുന്നുണ്ട്, സൊമാറ്റിക് സ്ട്രക്ചറിൽ നിന്നും കുറച്ച് പെയിൻ ഫൈബേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ 2 പെയിൻ ഫൈബേഴ്സും പോയി കൺവേർട്ട് ചെയ്യുന്നത് സെയിം സെക്കൻഡ് ഓർഡർ ന്യൂറോണിലേക്കാണ്. എന്നിട്ട് ഈ സെക്കൻഡ് ഓർഡർ ന്യൂറോണിൽ നിന്ന് സിംഗിൾ fibers will arise and these single fibers will carry pain fibers from both somatic structure and deeper structure. അതായത് ഡീപ്പർ സ്ട്രക്ചറിനും അത് നമ്മൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇത് വിസറൽ ഓർഗനാണ് ഡീപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, വിസറൽ ഓർഗനാണ് ഡീപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സൊമാറ്റിക് ഓർഗനാണ് സൂപ്പർഫിഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇവർ രണ്ടുപേരും പോയി കൺവേർട്ട് ചെയ്യുന്ന സെയിം സെക്കൻഡ് ഓർഡർ ന്യൂറോണിലാണ്. ഈ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ പിന്നെ ഒരു ഒറ്റ ഫൈബർ, സിംഗിൾ ഫൈബേഴ്സ് ആയിട്ടാണ് പെയിൻ ഫൈബർ റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെയിൻ ഫൈബർ ക്യാരി സെൻസേഷൻ ഫ്രം ബോത്ത് വിസറൽ ഓർഗൻ ആൻഡ് സൊമാറ്റിക് ഓർഗൻ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ദെൽ ഗോ ടു കോർട്ടെക്സ്. അങ്ങനെ കോർട്ടെക്സിലേക്ക് പോകുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? കോർട്ടെക്സ് കനോട്ട് ഡിഫറൻഷിയേറ്റ് ഇത് എന്താ ഒറിജിനൽ പെയിൻ സെൻസേഷൻ മനസ്സിലായി, സൊമാറ്റിക് സ്ട്രക്ചർ എന്നാണോ ഡീപ്പർ സ്ട്രക്ചർ എന്നാണോ മനസ്സിലാവുന്നില്ല. അപ്പോൾ ജനറലി അങ്ങനെ വരുമ്പോൾ പെയിൻ വിൽ ഇൻ്റർപ്രറ്റ് ആസ് സെൻസേഷൻസ് ഫ്രം സൊമാറ്റിക് സ്ട്രക്ചർ. ഇതിനാണ് ലോ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് കൺവേർജൻ. അപ്പോൾ നമ്മൾ ഡയഗ്രാമൊക്കെ വരച്ച് കാണിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേഷൻ തിയറിയാണ്. ഫെസിലിറ്റേഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എന്താ? പെയിൻ ഫൈബേഴ്സ് ഇൻ ദ വിസറ ആസ് ഇറ്റ് എൻറ്റേഴ്സ് ദ ഡോർസൽ ഹോൺ ഗിവ്സ് കൊളാറ്ററൽസ് ടു സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഇൻ ദ somatic pain pathway. So when second order neurons of its own pathway is stimulated, it stimulates the somatic pain path. അതായത് ഇപ്പോൾ നമ്മൾ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. സൊമാറ്റിക് സ്ട്രക്ചർ ഇവിടെ വരുന്നുണ്ട് അല്ലേ? സൊമാറ്റിക് സ്ട്രക്ചർ വരുന്നുണ്ട് ആൻഡ് ദേ ആർ സൊമാറ്റിക് സ്ട്രക്ചർ എന്നുള്ള പെയിൻ ഫൈബേഴ്സ് ആർ റിലേയിങ് ഇൻ ദ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഓഫ് ഇറ്റ്സ് ഓൺ പാത്വേ. ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ വിസറൽ ഓർഗൻ ഇവിടെ കാണാൻ പറ്റും. വിസറൽ ഓർഗനിലും പെയിൻ ഫൈബേഴ്സ് ആർ അറൈസിങ് ആൻഡ് അവരും അവരുടെ സെക്കൻഡ് ഓർഡർ ന്യൂറോണിൽ റിലേ ചെയ്ത് അങ്ങനെ പോവുക. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്? ദർ ഓൾസോ ഈ സെക്കൻഡ് ഓർഡർ ഈ പെയിൻ ഫൈബേഴ്സ് ഫ്രം ദ വിസറൽ ഓർഗൻ ഈസ് ഓൾസോ സെൻഡിങ് എ കൊളാട്രൽ ടു ദ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഓഫ് ദ സൊമാറ്റിക് സ്ട്രക്ചർ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക? വെൻ ദ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഓഫ് ദ വിസറൽ ഓർഗൻ ഇസ് സ്റ്റിമുലേറ്റഡ്, അതായത് ഈ വിസറൽ ഓർഗൻ്റെ പാത്വേ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ ഒപ്പം തന്നെ ഈ കൊളാട്രൽ വഴി സൊമാറ്റിക് സ്ട്രക്ചറിൻ്റെ പാത്വേയും കൂടെ സ്റ്റിമുലേറ്റ് ആകും. ദറ്റ് ഈസ് വെൻ ദ second order neuron of the deeper structure is stimulated, it also stimulates somatic pain pathway via the collateral. So അങ്ങനെ ആകുമ്പോൾ അഗെയിൻ ഡീപ്പർ സ്ട്രക്ചറിൽ പെയിൻ വരുമ്പോൾ എന്താ സൂപ്പർഫിഷ്യൽ സ്ട്രക്ചറിലും പെയിൻ വരും. അതാണ് ഫെസിലിറ്റേഷൻ തിയറി. അഗെയിൻ നമ്മൾ ഡയഗ്രാം വെച്ച് കാണിച്ചു കൊടുക്കണം. നെക്സ്റ്റ് ഫൈനൽ എക്സ്പീരിയൻസ് തിയറിയാണ്. എക്സ്പീരിയൻസ് തിയറി എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഇപ്പോൾ പണ്ട് എപ്പോഴെങ്കിലും ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ
അതിന് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സിന് എന്തിനേലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ സൈറ്റിലേക്കായിരിക്കും പെയിൻ റെഫർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ അബ്ഡമിനൽ, ഇപ്പോൾ ഒരാൾക്കൊരു അബ്ഡമിനൽ സർജറി കഴിഞ്ഞിരിക്കുന്ന ആൾക്കൊരു അബ്ഡമിനൽ സ്കാർ അവിടെ ഉണ്ട്, എന്നിട്ട് അബ്ഡമിനൽ ഏതെങ്കിലും ഒരു അബ്ഡമിനൽ ഓർഗനിൽ എന്തെങ്കിലും പെയിൻ വന്നു കഴിഞ്ഞാൽ അബ്ഡമിനൽ ഓർഗനിൽ ഫിൽ ചെയ്യുന്നതിന് പകരം ദ പെയിൻ ഇസ് റേഡിയേറ്റഡ് ടു അല്ലെങ്കിൽ റെഫേർഡ് ടു ദ സ്കാർ. ഓക്കെ, അതാണ് ഈ എക്സ്പീരിയൻസ് തിയറി. അത്ര ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഈ ഫെസിറ്റേഷൻ തിയറിയും കൺവേർജൻസും ഡെർമറ്റോളജിയോടാണ് ഡയഗ്രാം വരച്ച് കാണിക്കേണ്ടത്. അപ്പോൾ വി ഹവ് കംപ്ലീറ്റഡ് റെഫേർഡ് പെയിൻ ഓൾസോ. ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് പെയിൻ ആണ്. കൺട്രോൾ ഓഫ് പെയിൻ വി ഹാവ് 2 ലെവൽസ് ഓഫ് കൺട്രോൾ. സ്പൈനൽ ലെവലിൽ നമുക്ക് പെയിൻ കൺട്രോൾ ചെയ്യാം, സുപ്രാസ്പൈനൽ ലെവലിൽ നമുക്ക് പെയിൻ കൺട്രോൾ ചെയ്യാം. അതിൽ ആദ്യം സ്പൈനൽ ലെവൽ ഓഫ് കൺട്രോൾ നമ്മൾ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗേറ്റ് കൺട്രോൾ തിയറി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഞ്ചേർഡ് ഏരിയ, പെയിൻ ഉള്ള ഏരിയ നമ്മൾ ജനറലി ഇങ്ങനെ റബ്ബ് ചെയ്യാറുണ്ട് അല്ലേ, തടവാറുണ്ട്. സോ നമ്മൾ തടവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ, ജനറലി ആ പെയിൻ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ തോന്നുമെങ്കിൽ അങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പെയിൻ വരുന്ന ഏരിയ റബ്ബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് റിലീഫ് ഓഫ് പെയിൻ വരുന്നത്? ദിസ് ഇസ് ബിക്കോസ് വെൻ വി റബ്ബ് ദ ഇഞ്ചേർഡ് ഏരിയ നമ്മൾ ആ സ്ഥലത്തുള്ള മെക്കാനോ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആൻഡ് ബൈ സം മെക്കാനിസം ദിസ് മെക്കാനിക്കൽ റിസെപ്റ്റേഴ്സ് കെൻ കോസ് സപ്രഷൻ ഓഫ് പെയിൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിന് മുന്നേ നമ്മളൊരു പാത്വേ പഠിക്കണം. ആ പാത്വേ പഠിച്ചാലേ നമുക്ക് ഈ സപ്രഷൻ ഓഫ് പെയിൻ അറിയത്തുള്ളൂ. സോ അതിനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഓഫ് പെയിൻ പാത്ത് എവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ലാമിന എന്നൊക്കെ പറഞ്ഞ് 1 and 2 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? സോ അതിൽ ലാമിന 2 ആണ് സബ്സ്റ്റാൻഷ്യ ജിലോട്ടിനോസ് ഓഫ് റൊളാൻഡോ സ്പൈനൽ കോഡ്. ആൻഡ് അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സബ്സ്റ്റൻസ് പി. ഇതൊക്കെ നമ്മളിപ്പോൾ പെയിൻ പാത്ത് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ പാത്വേ അവിടെ ഉണ്ട്, അതങ്ങനെ ആ വഴി പോകുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം അസെൻഡിങ് ട്രാക്ട് എന്ന് പറയുമ്പോൾ പെയിൻ പാത്വേ മാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻറ്റ് പാത്വേ കോൾ ഡോസൽ കോളം പാത്വേ അല്ലെങ്കിൽ ടച്ച് പാത്വേയും കൂടെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് അതിൻ്റെ ഫൈബേഴ്സ് ഇതാ നമ്മൾ പ്രീവിയസ് വീഡിയോ പഠിച്ചായിരുന്നല്ലേ, ഇറ്റ് വാസ് എ ബീറ്റ ഫൈബേഴ്സ് ആയിരുന്നു അതിൻ്റെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ ബീറ്റ ഫൈബേഴ്സും ആ വഴി പോകുന്നുണ്ട്, ഈ പെയിൻ പാത്വേയും ഈ വഴി പോകുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദിസ് എ ബീറ്റ ഫൈബേഴ്സ് സെൻസ് കൊലാട്രൽസ് ടു ദ ഡോസൽ ഹോൺസെൽ. ഈ പെയിൻ പാത്വേയിലോട്ട് എ ബീറ്റ ഫൈബർ കുറച്ച് കൊളാട്രൽസ് സെൻഡ് ചെയ്യും. ആൻഡ് ദീസ് കൊളാട്രൽസ് ആർ ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺസ് ദാറ്റ് റിലീസ് എൻകെഫ്ലിൻസ് അറ്റ് ദെയർ എൻഡിങ്സ്. അതായത് ഈ കൊളാട്രൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കേപ്പബിൾ ഓഫ് ഇൻഹിബിറ്റിംഗ് ദിസ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഓഫ് ദ പെയിൻ പാത്വേ പ്രീ സിനാപ്റ്റിക്കലി. അതായത് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. അതായത് ഇവിടെ പെയിൻ പാത്തേ പോകുന്നുണ്ട്, അത് കണ്ടോ സബ്സ്റ്റാൻഷ്യൽ ജിലോട്ടിനോസ് റൊളാൻഡോയിൽ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് റിലേറ്റ് ചെയ്ത് ആ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ടച്ച് പാത്വേ ആണെങ്കിൽ ടച്ച് പാത്വേ ഈസ് ഓൾസോ ഗോയിങ്, അതങ്ങനെ പോകുന്ന വഴിക്ക് ഇറ്റ് ഇസ് സെൻഡിങ് എൻ ഇന്റർന്യൂറോൺ. ദിസ് ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺ വിൽ റിലീസ് വാട്ട് എൻകെഫ്ലിൻസ് റിലീസ് ചെയ്യും. ഓക്കെ, എൻകെഫ്ലിൻസ് എൻകെഫ്ലിൻസ് റിലീസ് ചെയ്യും. ആൻഡ് ദിസ് എൻകെഫ്ലിൻസ് ആർ എൻകെഫ്ലിൻസ് വിൽ ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് സബ്സ്റ്റൻസ് പി. യു കെൻ സി നമ്മൾ ഏരിയ റബ്ബ് ചെയ്യുന്നു, ഏരിയ റബ്ബ് ചെയ്യുമ്പോൾ എ ബീറ്റ ഫൈബേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. എ ബീറ്റ ഫൈബേഴ്സ് വിൽ റിലീസ് ഇന്റർന്യൂറോൺസ് will be activated. They will release enkephalins. Presynaptic inhibition happens and conduction of pain is inhibited. അപ്പോൾ സ്പൈനൽ കോഡ് ലെവലിൽ വരെ അത് പെയിനെ മേലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഗേറ്റിൽ വെച്ച് തന്നെ അവിടുത്തെ ഗേറ്റ് എന്ന് പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ ജിലോട്ടിനോസ് ഓഫ് റൊളാൻഡോ ബിക്കോസ് അത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ അവിടെ വെച്ചാൽ നമ്മൾ പെയിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം ഒക്കെ വരച്ച് ഗേറ്റ് കൺട്രോൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ അല്ലേ? എ ബീറ്റ ഫൈബർ വരുന്നു, കൊളാട്രൽസ് സെൻഡ് ചെയ്യണം. ദീസ് കൊളാട്രൽസ് ആർ ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺസ്. ദേ ഇൻഹിബിറ്റ് പെയിൻ പ്രീസിനാപ്റ്റിക്കലി ബൈ റിലീസിങ് എൻകെഫ്ലിൻസ്. ഓക്കെ, ഇനി അടുത്തത് സുപ്രാസ്പൈനൽ ലെവലാണ്. പെയിൻ മേലെ വരെ എത്തി, ബ്രെയിൻ സെൻസറി കോർട്ടെക്സ് വരെ എത്തി. ഇനി സെൻസറി കോർട്ടെക്സ് എന്ന് പറയുന്ന ചില ഡിസെൻഡിങ് ട്രാക്സ് വിൽ കം ആൻഡ് ഇൻഹിബിറ്റ് പെയിൻ. അതാണ് സുപ്രാസ്പൈനൽ ലെവലുള്ള പെയിൻ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നേരത്തെ സ്പൈനൽ കോഡ് വെച്ച് തന്നെ പെയിൻ ഇൻഹിബിറ്റ്, ഇത് മേലെ വരെ ചെന്ന് പെയിൻ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഓൺ ബോഡിയുടെ അനൽജസിയ സിസ്റ്റംസ് ആണ് എൻഡോജിനസ് അനൽജസിസ് എന്ന് പറയുന്നത്. 2 types ഉണ്ട്. ഡിസെൻഡിങ് പെയിൻ മോഡുലേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒപ്പിയോയിഡ് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡിസെൻഡിങ് പെയിൻ മോഡുലേറ്റിംഗ് സിസ്റ്റം. അതിൽ അഗെയിൻ 2 ഉണ്ട്. അത് ഫസ്റ്റ് വണ്ണാണ് ഡിസെൻഡിങ് റാഫേസ് സ്പൈനൽ സെറോട്ടോനർജിക് പാത്വേ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, പെയിൻ ഇപ്പോൾ എന്തായാലും സെൻസറി കോർട്ടെക്സ് വരെ എത്തി. അപ്പോൾ അവിടെ നിന്ന് ഇനി കുറച്ച് ഡിസെൻഡിങ് പാത്വേസ് ഒറിജിനേറ്റ് ചെയ്യും. ദാറ്റ് വിൽ
ടെർമിനേറ്റ് പെയിൻ. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രോണ്ടൽ കോർട്ടെക്സും ഹൈപ്പോതലാമസും ഇത് ഒറിജിനേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ഗോ ടു പെരിയാക്വിഡക്ടൽ ഗ്രേ, ദെൻ ടു റാഫെ മാഗ്നസ് ന്യൂക്ലിയസ്, ആൻഡ് ഫൈനലി ഈ ഡിസെൻഡിങ് പാത്വേ ടെർമിനേറ്റ് ചെയ്യുന്നത് ആസ് ഇന്റർന്യൂറോൺസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഇൻഹിബിറ്റിംഗ് ദി റിലീസ് ഓഫ് സബ്സ്റ്റൻസ് പി ഫ്രം ദ പ്രീ സിനാപ്റ്റിക് എൻഡിങ്. കണ്ടോ, ജസ്റ്റ് ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് വരുന്നു, പെരിയാക്വിഡക്ടൽ ഗ്രേ, റാഫെ മാഗ്നസ് ന്യൂക്ലിയസ്. അവിടെ നിന്ന് വാട്ട് ആർ ദേ ഡൂയിങ്? കണ്ടോ, ഈ പെയിൻ പാത്ത് മേലോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പെയിൻ പാത്വേനെ ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺ വെച്ച് അത് ഇൻഹിബിറ്റ് ചെയ്യും. ഈ എന്ത് റാഫെ സ്പൈനൽ സെറോട്ടോനർജിക് പാത്ത്. സിമ്പിൾ. ഞാൻ അടുത്തത് സെറിലോ സ്പൈനൽ പാത്ത്. സെയിം മെക്കാനിസം, ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ലോക്കസ് സെറുലിയസിന് വന്ന് ഇൻഹിബിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതർ വൺ കെയിം ഫ്രം വേർ? റാഫെ മാഗ്നസ് ന്യൂക്ലിയസിന് ലോക്കസ് സെറുലിയസ്, അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത ഓപ്പിയോയിഡ് സിസ്റ്റംസ് ആണ്. ഓപ്പിയോയിഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഓപ്പിയോയിഡ്സ് വിൽ ബൈൻഡ് ടു ഓപ്പിയേറ്റ് റിസെപ്റ്റേഴ്സ്, മ്യൂ, ലാംഡ, കാപ്പ പോലുള്ള റിസെപ്റ്റേഴ്സ് പോയി ബൈൻഡ് ചെയ്ത് ബൈ ബോത്ത് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ഇൻഹിബിഷൻ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ഇറ്റ്. അപ്പോൾ ഗേറ്റ് കൺട്രോൾ തിയറി വാസ് ബൈ പ്രീ സിനാപ്റ്റിക് ഇൻഹിബിഷൻ, ഓപ്പിയോയിഡ് സിസ്റ്റം ബൈ ബോത്ത് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ്. അതെങ്ങനെയാണ്? പ്രീ സിനാപ്റ്റിക് പറയുമ്പോൾ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദി റിലീസ് ഓഫ് സബ്സ്റ്റൻസ് പി, പോസ്റ്റ് സിനാപ്റ്റിക് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് പൊട്ടാസ്യം കണ്ടക്റ്റൻസ്. എനിവേ, അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ അക്യൂ പങ്ക്ചർ അല്ലെങ്കിൽ അക്യൂ പ്രഷറൊക്കെ കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് റിലീഫ് ഫ്രം പെയിൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ റിലീസ് എൻകെഫ്ലിൻസ് അല്ലെങ്കിൽ എൻഡോഫിൻസ് അറ്റ് ദ പ്രീ സിനാപ്റ്റിക് എൻഡിങ്സ്. എൻകെഫ്ലിൻ, എൻഡോഫിൻ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നടക്കുന്ന മോർഫിൻ, ഇവരെല്ലാവരും ഒപ്പിയോയിഡ്സാണ്. ഓക്കെ, ആൻഡ് ദർ ആർ ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് ഇൻ ദിസ് PAG ആൻഡ് റാഫെ ന്യൂക്ലിയസ്. ഈ ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് ഇറ്റ് വിൽ കോസ് പെയിൻ റിലീഫ്. ദാറ്റ്സ് ഓൾ. ഇതാണ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് പെയിൻ പാത്വേ. പെയിൻ പാത്വേ ഭയങ്കര സിമ്പിൾ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് റെഫേർഡ് പെയിനും, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കുകയാണെങ്കിൽ റെഫേർഡ് പെയിനും പെയിൻ പാത്വേസുമാണ്. നിയോസ്പാനത്തലാമിക്കും പാലോസ്പാനത്തലാമിക് ഡയഗ്രംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പാത്വേസിൽ. ഇതെല്ലാം പഠിക്കുവാൻ ഡെഫിനറ്റ്ലി 80% മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.